നമസ്കാരം. ഞാൻ ആചാര്യ ഹരിദാസ്, ഗുരുവായൂർ ദേവസ്വം മാനേജരാണ്. സജ്ജനങ്ങളോട് ഗുരുവായൂരപ്പൻ്റെ ഒപ്പം 28 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാം. ഞാൻ കഴിഞ്ഞ 34 വർഷങ്ങളോളമായിട്ട് ആധ്യാത്മിക രംഗത്ത് പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും ഞാൻ പഠിച്ച വിഷയങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ MA ഫിലോസഫി ഞാൻ ചെയ്തത് മധുര കാമറാജ് യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ സർവീസിൽ കയറിയതിന് ശേഷമാണ് ഈ ഫിലോസഫി MA ചെയ്യുന്നത്. പരമ്പര സമ്പ്രദായത്തിൽ വേദാന്തം പഠിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു മതങ്ങളെ കൂടി അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ മധുര കാമരാജിലാണ് ഓൾ വേൾഡ് റിലിജിയൻ ആൻഡ് ഫിലോസഫി ഉള്ളത്, ലോകമതങ്ങളും തത്വശാസ്ത്രവും. അപ്പോൾ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, സൗരാഷ്ട്രമതം, ജൈനമതം, ബുദ്ധമതം എല്ലാം ഉണ്ട്. അപ്പോൾ ആ മതങ്ങൾ എന്താ പറയണേ എന്നുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അത് ചെയ്യാമെന്ന് കരുതി അതിൻ്റെ പരീക്ഷാ സെൻറ്റർ കോയമ്പത്തൂർ പ്രിസ്റ്റ് കോളേജിലാണ്. അപ്പോൾ ഞാൻ ലീവൊക്കെ എടുത്തിട്ട് പരീക്ഷ എഴുതാനായിട്ട് കോയമ്പത്തൂർ പോയിട്ട് താമസിക്കാം, എന്നിട്ട് പരീക്ഷ എഴുതാം എന്ന് വിചാരിച്ച് പുറപ്പെടുക. അങ്ങനെ പാലക്കാട് ട്രെയിൻ എത്താറായപ്പോൾ എൻ്റെ കസിൻ ബ്രദർ, അമ്മാവൻ്റെ മകൻ, അദ്ദേഹം അവിടെ RPF സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഞാൻ പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട്, ഈ പാലക്കാട് പ്രഭാഷണത്തിനായിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്തും. 1 വയസ്സ് വ്യത്യാസമുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ശിവദാസ് എന്നാണ്. ഞാൻ ഹരിദാസും അങ്ങനെ ശിവദാസുമാണ്. അപ്പോൾ ഞാനൊന്ന് വിളിച്ചു, ഞാനിങ്ങനെ കോയമ്പത്തൂർ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കോയമ്പത്തൂർക്ക് അങ്ങനെ പോകണ്ട, ഇവിടെ ഇറങ്ങൂ, ഇവിടുന്ന് കോയമ്പത്തൂർക്ക് കുറച്ച് ദൂരമുള്ളൂ, കാലത്ത് ട്രെയിനുണ്ട്, അപ്പോൾ ഇവിടെ ഇറങ്ങിക്കോളൂ, പരീക്ഷയ്ക്ക് അല്ലേ പോണത്, അവിടെ പോയിട്ട് വല്ല ലോഡ്ജിലൊന്നും പോയി നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തി. അങ്ങനെ എനിക്ക് 10 ദിവസം പരീക്ഷയുണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ച്. ഞാൻ അവിടെ ചെന്ന് വൈകുന്നേരം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോളേജിലേക്കല്ലേ പോണത്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നടക്കണം, അപ്പോൾ കുറയ്ക്കരുതല്ലോ. സ്വാഭാവികമായിട്ടും നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെരുപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്, 499 രൂപ 99 പൈസയുടെ ബാറ്റയുടെ ഒരു ചെരുപ്പ്, അത് വാങ്ങിച്ചു. പിറ്റേ ദിവസം എന്തായാലും കോളേജ് ആകുമ്പോൾ മോശമാക്കരുതല്ലോ. അങ്ങനെ പുള്ളിയുടെ ജീപ്പിൽ എന്നെ സ്റ്റേഷനിലേക്ക് ക്വാർട്ടേഴ്സിൽ നിന്ന് കൊണ്ടാക്കി. കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു, ടിക്കറ്റൊക്കെ എടുത്ത് തന്നു. അദ്ദേഹം തിരിച്ചുപോയി. ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആൾക്കാരുടെ കുറച്ച് തിരക്ക് വന്നപ്പോൾ ഞാൻ വേഗം എന്തായാലും കയറിയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വലത്തെ കാല് ട്രെയിനിൻ്റെ ആ പടിയിലേക്ക് അങ്ങോട്ട് ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരാൾ സൈഡിൽ കൂടെ കയറി. എന്തുണ്ടായി? എൻ്റെ 499 രൂപ 99 ആ ചെരുപ്പ് വലത്തെ കാലിലെ ചെരുപ്പ് താഴത്തേക്കേ പോയി. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ പലരും. അത് ട്രെയിനിൻ്റെ ആ നിൽക്കുന്ന അവസ്ഥയും പ്ലാറ്റ്ഫോം
ഒത്തിരി താഴെയാണ് അതിൻ്റെ റെയിൽ പാളത്തിൻ്റെ, അതായത് നല്ല ഉയർച്ചയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പാലക്കാട്. ഞാൻ എൻ്റെ ചെരുപ്പ് താ പോയിക്കുന്നു, ഒന്ന് കുനിഞ്ഞിട്ട് എടുക്കാൻ നോക്കി, അതൊന്നും എത്തില്ല അവിടെ. ട്രെയിനിൻ്റെ അടിയിൽ അത് കിടക്കണ എനിക്ക് കാണാം. അപ്പോഴേക്കും വേറെ ഒരു പോലീസുകാരനോ മറ്റോ ആള് പറഞ്ഞു, എന്തുട്ടാ ട്രെയിനിൻ്റെ അടിയിലേക്ക് പോണേ, വേഗം വണ്ടിയിൽ കയറി, വണ്ടി പോവാറായിരുന്നു. ഞാൻ വേഗം അവിടെ കയറിയിരുന്നു. ആ ഇരിപ്പ് ഒരു ഇരിപ്പാണ്. എൻ്റെ ഇടത്തെ കാലിൽ ഒരു ചെരുപ്പ്. കോളേജിൽ ഭംഗിയായിട്ട് പോകണം, പുതിയ ഷർട്ട്, പുതിയ പാൻറ്, പുതിയ ബെൽറ്റ്, പുതിയ ചെരുപ്പ്. ഇപ്പൊ ചെരുപ്പ് പറഞ്ഞോളൂ, എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കാണെങ്കിൽ ഈ ഗുരുവായൂരപ്പൻ്റെ സേവനത്തിനിടയ്ക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോട്ട്സ് തന്നിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്. അതിങ്ങനെ കട്ടിയുള്ള ടൊയിൻ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ട് നോക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചത് ഹെഡിങ്സ് നോക്കാം. അന്ന് വേദാന്താണ്, അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ചൊക്കെ ധാരണയുള്ള സബ്ജക്റ്റാ. അപ്പൊ ആ ഹെഡിങ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് വേദാന്തത്തിലല്ല, താഴെ ചെരുപ്പില. എന്താ ഇപ്പൊ ചെയ്യാന്ന് ആകെ വിഷണ്ണനായിട്ട്. എന്നാ ഗുരുവായൂരപ്പനൊന്നും മനസ്സിൽ വരുന്നില്ല കേട്ടോ. എനിക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നു. പ്രഭാഷണം പറയുമ്പോൾ ദേഷ്യം വരരുത്, ക്രോധാദ്ഭവതി സമ്മോഹ സ്മൃതിവിഭ്രമാത് ബുദ്ധിനാശാത് പ്രണശ്യതി എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ഈ സമയത്ത് ട്രെയിനിലേക്ക് ഒരച്ഛനും മോനും കടന്നു പോകും. ഞാൻ അവരിലേക്കൊന്നും മനസ്സ് പരിപൂർണമായിട്ട് പോണില്ല. എന്നാലും ആ പയ്യൻ നല്ലൊരു കോംപ്ലാൻ ബോയുടെ പോലെയാ, നല്ല തടിച്ച് കൊഴുത്ത് നല്ല ഒരു ഭംഗിയുള്ളൊരു പയ്യൻ, വെളുത്ത് ചുമന്ന് ഒരു പയ്യൻ. അപ്പൊ ഞാൻ ഇരിക്കുന്ന സീറ്റില് എന്നെ കൂടാതെ 3 പേരിരിക്കുന്നുണ്ട്. അപ്പുറത്തെ ട്രെയിനിലെ അപ്പുറത്തെ സീറ്റിൽ 3 പേരിരിക്കുന്നുണ്ട്. ഈ പയ്യന്റെ അച്ഛൻ എതിർഭാഗത്തിരുന്നു. ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കയറിയിരുന്നു. സ്വതവേ എൻ്റെ ചെരുപ്പ് പോയാലുള്ള സങ്കടം. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല, പക്ഷെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല എന്നല്ല ഇപ്പോൾ വിചാരം. ചെരുപ്പ് പോയതിൻ്റെ അവിടെ ഞാൻ ഒറ്റ ചെരുപ്പായിട്ട് പോയിട്ട് എന്താ കാര്യമുള്ളത്? എന്നാൽ ഈ ഒരു ചെരുപ്പ് കളയാനും തോന്നണില്ല. ആ പണത്തിനോടുള്ള ബന്ധം എങ്ങനെ എടുക്കുക, ഒരു നിവൃത്തിയില്ല. അപ്പൊ ഈ പയ്യൻ ഇങ്ങനെ തിക്കി കൂട്ടി ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ നിരങ്ങി ഇരിക്കുക. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ ആ ദേഷ്യം സഹിക്കേണ്ട അവനെ ഒന്ന് നോക്കി. അവനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരത്ഭുതം ഞാൻ കാണുന്നത്. അവൻ്റെ കയ്യിൽ അവൻ്റെ ഉയരത്തിനേക്കാൾ സ്വല്പം കൂടി കൂടുമെന്ന് തോന്നും ഒരു കൊട. അതിപ്പോഴും എനിക്ക് പറയുമ്പോൾ ഒരു രോമാഞ്ചാണ്. കാരണം അതിനൊരു വ്യാളീമുഖൊക്കെയാണ് അതിൻ്റെ പിടി. 7 വർണ്ണങ്ങൾ പോലെയാണ് ആ കൊട. അത് പട്ടിൻ്റെ പോലെ എന്തോ ഒരു സാധാരണ കൊടയല്ല അത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നുമല്ല വിഷയം. ഒരു കൊട, ഒരു കാലം കൊട. ഞാൻ ഉടനെ ഈ പയ്യനോട് ചോദിക്കുകയാണ്, ഈ കൊട ഒന്ന് തരാമോ? എൻ്റെ ചെരുപ്പ് ട്രെയിനിൻ്റെ അടിയിൽ പോയിട്ടൊന്ന് എടുക്കാനാണ്. സാധാരണ കുട്ടികളെ പ്രിയപ്പെട്ട വസ്തുക്കളൊന്നും മറ്റൊരാൾക്ക് കൊടുക്കില്ല. ഇവൻ്റെ അച്ഛനപ്പം തന്നെ പറഞ്ഞു, എടുത്തോളൂ. ഇത് കേട്ടിട്ട് കുട്ടി അതിനു മുമ്പ് തന്നെ ഈ കൊട എൻ്റെ മുന്നിലേക്ക് നീക്കി പിടിക്കുകയാണ്, എടുത്തോളാൻ പറഞ്ഞിട്ട്. ആ കൊടയും കൊണ്ട് ഞാൻ പുസ്തകമൊക്കെ അവിടെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ കൊടയുടെ അറ്റത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം, അതായത് നമ്മൾ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കൃത്യ ചെരുപ്പിൻ്റെ വള്ളിയിലെത്തി. ഞാൻ വേഗം ഉയർത്തിയെടുത്തു, കാലും വിട്ടു, അകത്തേക്ക് കയറി ഈ കൊട പയ്യൻ്റെ കൊടുത്തു. പിന്നെ എൻ്റെ മനുഷ്യൻ്റെ ആ സ്വാർത്ഥ ബുദ്ധിയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ വിചാരം മുഴുവൻ എന്താ, പരീക്ഷ. അപ്പൊ ഈ ടൊയിൻ ഞാൻ പൊട്ടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്നും പൊട്ടറില്ല. നല്ല ബലമുള്ള ടൊയിൻ കൊണ്ട് ആ യൂണിവേഴ്സിറ്റി നോട്ട്സ് കെട്ടി അയച്ചു തന്നിരിക്കുന്നത്. അത് ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഇത് കടിച്ചു പൊട്ടിച്ച് അങ്ങനെ വായന തുടങ്ങാൻ പോകുമ്പോഴാണ് ഈ തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളിൽ, അന്നൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാട്ടോ,
ഈ സാരി ഉടുത്തിട്ട് ഇങ്ങനെ പിന്നിലൊരു വാല് പോലെ ഇട്ടിട്ട് ചൂരൽ കൊട്ടയിൽ ഈ നാരങ്ങ മിഠായി, കപ്പലണ്ടി മിഠായി, ഇഞ്ചി മിഠായി ഒക്കെ കൊണ്ടു കിടക്കാൻ ചില സ്ത്രീകളുണ്ട്. അവരെന്താ ചെയ്യുക, ഈ മിഠായി നമ്മുടെ മടിയിലേക്ക് ഇടും, നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും. അപ്പൊ ഞാൻ എൻ്റെ മടിയിലേക്ക് ഇത് ഇട്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുക. വേദാന്തം, ദൃഷ്ടിവാദം, ഈശം, കേനം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, ബൃഹദാരണികം, ചാന്തോക്യം, പ്രശ്ന ഉപനിഷത്തുകള്, ബ്രഹ്മസൂത്രങ്ങള്, ഭഗവത്ഗീത, ഇതൊക്കെ എനിക്ക് നോക്കണ്ടേ. അപ്പൊ അതിങ്ങനെ ഓരോ ഉപനിഷത്തുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി മറച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മിഠായി എൻ്റെ മടിയിൽ വീഴണേ. ഞാനിത് എന്തൊരു ശല്യ എന്ന് വിചാരിച്ച് നോക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അല്ല ഈ കുട്ടി എൻ്റെ അടുത്തുണ്ടല്ലോ, ഇവനല്ലേ ഈ കൊട തന്നേ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പകരം കൊടുക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ, അതല്ലേ ധർമ്മം. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത് എന്നല്ലേ ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ പരമാത്മാവ് പൊന്നുണ്ണി പറഞ്ഞു തന്നേക്കണേ. അപ്പൊ എന്തായാലും ഈ മിഠായി ഈ ഉണ്ണിക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിഠായി എടുത്ത് നോക്കുമ്പോ എന്താ, അവിടെ ആ ഉണ്ണി ഇല്ല. എതിർഭാഗത്ത് ആ ഉണ്ണിയുടെ അച്ഛനും ഇല്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല, എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല ഇതെന്താ സംഭവിച്ചേക്കണേ എന്നുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ പുസ്തകം, വേദാന്തമൊക്കെ പോയി, ആ പുസ്തകം അവിടെ ഇട്ടു. ഞാൻ കമ്പാർട്ട്മെന്റ് മുഴുവൻ ഓടി കിടക്കുക. ആ ഉണ്ണിയും അച്ഛനും എവിടെ? ഇത്ര നേരം ഉണ്ടായിരുന്നതല്ലേ. അപ്പോ മനുഷ്യബുദ്ധി, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ വിചിത്ര ബുദ്ധി. എനിക്ക് പറഞ്ഞു തന്നു, എടോ അത് നിങ്ങൾ ഈ പുസ്തകം പൊട്ടിക്കാനും ഒക്കെയുള്ള ശ്രമത്തിനിടയിൽ, വായനയൊക്കെ നടത്താനുള്ള ശ്രമത്തിനിടയിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഇടയ്ക്ക് വെച്ച് നിന്നപ്പോൾ അവരിറങ്ങിപ്പോയിണ്ടാവും. അല്ലാണ്ട് ഈ നട്ടാപ്പുറ ഈ പകല് ഈ സമയത്ത് ഒരു കുട്ടി അച്ഛനും എങ്ങനെ ട്രെയിനിൽ അപ്രത്യക്ഷമാവുക? അതൊക്കെ അർത്ഥമൊന്നുമില്ല. യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കൂ, അത് തന്നെ സംഭവിച്ചേക്കണേ. ഉടനെ ബുദ്ധി എനിക്ക് പറഞ്ഞു തന്നതിന് മാത്രമല്ല, എൻ്റെ സ്വാർത്ഥ ബുദ്ധി ഇപ്പുറത്തുണ്ട്, ഇത് വേഗം നോക്കണം, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ഉടനെ തന്നെ പുസ്തകം എടുത്ത് വായന തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം അടുത്ത വിഷയമായി ചൈനീസായി, പിന്നത്തെ ദിവസം ബുദ്ധിസമായി, പിന്നത്തെ ദിവസം ക്രിസ്ത്യാനിറ്റിയായി, പിന്നത്തെ ദിവസം ഇസ്ലാമായി. അങ്ങനെ ഓരോരോ ഫിലോസഫിക്കൽ സബ്ജക്ട്സ് എമ്മയുടെ പഠിക്കുക എഴുതുക. എന്താ അത്ഭുതം, അപ്പോഴാ പഠിക്കണതും എഴുതണതും ഒക്കെ എബോവ് 80% പരീക്ഷ ജയിച്ചു. അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പയ്യനും കൊടയും ഇങ്ങനെ പൊന്തി വരും. പക്ഷെ അപ്പോഴൊക്കെ ബുദ്ധി പറയുവാ ഇറങ്ങിപ്പോയിണ്ടാവും. അത് കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീണ്ടും, അന്ന് പബ്ലിക്കേഷൻ ഡിവിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യണത്, ഭക്തപ്രിയ വിഭാഗത്തിൽ, അതുപോലെ പ്രസിദ്ധീകരണങ്ങളുടെ വിഭാഗത്തിൽ അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും വന്ന് പുഷ്പുൾ ട്രെയിൻ ഉണ്ട്, അതൊരു 8:40 ആകുമ്പോഴേക്കും ഗുരുവായൂരെത്തും. അപ്പൊ ഞാൻ കൊരട്ടി സ്റ്റേഷനിൽ നിന്ന് കയറാറാ പതിവ്. അവിടുന്ന് ഒരു 8:40 8:45 ആകുമ്പോഴേക്കും ഗുരുവായൂരെത്തി വേഗം നടന്നു വന്ന് നടക്ക് നിന്ന് ഒന്ന് തൊഴും, എന്തെങ്കിലും ഒരു നാണയം ഭണ്ണാരത്തിലിടും. അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടി 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ്, അതെന്തോ ഏൺ ലീവ് എടുത്തേക്കണത്, ജോയിൻ ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ നടക്കെത്തി ഒരു നാണയം അങ്ങോട്ട് ഇട്ടപ്പോൾ അന്ന് സപ്താഹം നടക്കുന്നത്, ഇന്ന് ചോറൂണ് നടക്കുന്ന സ്ഥലത്താണ്. ആ ടിക്കറ്റ് കൗണ്ടറിന്റെ മുകളിൽ ഒരു ഹോളുണ്ട്, അവിടെയാണ്. തോട്ടം തിരുമേനിയുടെ സപ്താഹമാണ്, ഉദ്ധവോപദേശമാണ്. അപ്പോൾ ഇത് തോട്ടം തിരുമേനിയുടെ സപ്താഹവും നാരായണിയും ഒക്കെ വളരെ രസകരമാണ്. കാരണം ഒരുപാട് മനോധർമ്മങ്ങൾ അദ്ദേഹം അതിൽ പ്രയോഗിക്കുന്നുള്ളതാണ്. ഭഗവാനും അദ്ദേഹവുമായിട്ട് സംവദിക്കുന്ന പോലെ പലപ്പോഴും ഗ്രന്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് പലതും ആസ്വാദക ഹൃദയങ്ങളെ മഥിക്കുന്ന, ആസ്വാദക ഹൃദയങ്ങൾക്ക് ഹൃദ്യമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തോട്ടത്തിൻ്റെ ആണല്ലോ, തിരുമേനിയുടെ ആണല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുമ്പോൾ പറയുന്നത്, ഭഗവാൻ ഉദ്ധവന് തൻ്റെ പാദുകങ്ങൾ, ചെരുപ്പ് കൊടുക്കുന്ന രംഗ. അപ്പോൾ ഒരു കാര്യം പറയണത്,
ഉദ്ധവ, എടോ താൻ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പാദുകങ്ങൾ തനിക്ക് തരികയാണ്. ഉദ്ധവൻ അറിയാലോ, ഞാൻ എൻ്റെ ഭക്തന്റെ ചെരുപ്പെടുക്കാൻ വരെ എനിക്ക് മടിയില്ലടോ. കാരണം എൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെയാണ്. അനുവ്രജാമി സതതം, ഞാൻ എൻ്റെ ഭക്തനെ പിന്തുടരുകയാണ്. വിഷ്ണു പുരാണത്തിലും പറയണ്ടല്ലോ, നാഹം വസാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്. നാഹം വസാമി വൈകുണ്ഠേ നരവൗ, ഞാൻ രവിയിലല്ല സൂര്യനിലല്ല വസിക്കുന്നത്. മദ്ഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ, നാഹം വസാമി വൈകുണ്ഠേ നയോഗി ഹൃദയൈരവൗ, മദ്ഭക്ത യത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഞാൻ കഠിന തപസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിലല്ല, ഞാൻ സൂര്യനിലല്ല, ഞാൻ വൈകുണ്ഠത്തിലല്ല. മദ്ഭക്ത, ഭക്തി എന്ന് പറയുമ്പോൾ പരമപ്രേമസ്വരൂപ ഭക്തി എന്നാണ് നാരദ ഭക്തി സൂത്രവും പറയുന്നത്. ആ പരമമായിരിക്കുന്ന പ്രേമത്തോടു കൂടി ആരാണോ എന്നെ ഭജിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ അവരുടെ ഒപ്പം അനുവ്രജാമി, ഞാൻ കൂടെ ഉണ്ട്. ഇത് പറയാണ് തോട്ടം തിരുമേനി. എടോ, എൻ്റെ ചെരുപ്പ്, എൻ്റെ പാദുകം തനിക്ക് താൻ ചോദിച്ചുകൊണ്ട് മാത്രം തരിക. എൻ്റെ ഭക്തന് വേണ്ടിയിട്ട് അവൻ്റെ ചെരുപ്പ്, എന്താ പറയാ, ഒരു നിമിഷം പൊന്നുണ്ണി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആ തിരുനടയിൽ ഞാൻ കരഞ്ഞുപോയി. ആ കണ്ണുനീരോടുകൂടി ആ നോക്കി നിന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ക്ലർക്കായിട്ട് തുടങ്ങിയതാ ജോലി. അവിടുന്ന് സൂപ്രണ്ടായി, അസിസ്റ്റന്റ് മാനേജരായി. അങ്ങനെ ഭഗവാന്റെ കൂടെ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ ജീവിച്ചിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഹാരി പോട്ടർ സിനിമയൊക്കെ ഒന്നുമല്ല ഗുരുവായൂരമ്പലവും ആ ഭഗവാനെ ഭജിക്കുന്ന ആ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന അനുഭവം. തുടർന്നും നമുക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഭഗവാന്റെ മാനേജരായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 28 കൊല്ലം ജീവിച്ച എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. വീണ്ടും മറ്റൊരു അനുഭവകഥയും യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.